ഗായോസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾക്ക് ചിന്തിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരേപോലെ ദുഃഖങ്ങൾ മാത്രം വരുന്നത് എന്ന് നോക്കാം. ഇതിലൊന്നാമത്തെ കാർഡ്, എന്ത് കാര്യമാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത് എന്നാണ്. ഇതിൽ 5 ഓഫ് വാൻഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇത് എപ്പോൾ തൊട്ടാണ് ഇത് തുടങ്ങിയത്? ഈ ദുഃഖം നമുക്ക് കിട്ടാൻ തുടങ്ങിയത് എപ്പോൾ തൊട്ടാണ്? ലവേഴ്സ് കാർഡാണ്. ഇത് മാറ്റാൻ എന്ത് കാര്യം എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചാൽ 4 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ഇത് എന്ത് പാറ്റേൺ നമ്മളെപ്പോഴും ബ്രേക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പല കാര്യങ്ങളിലും ഒരു അഭിപ്രായ വ്യത്യാസമോ മത്സര ബുദ്ധിയോ അല്ലെങ്കിൽ സംഘർഷങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ രണ്ടുപേർ തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ പ്രശ്നങ്ങൾ, അഭിപ്രായം, രണ്ട് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിലായാലും അഭിപ്രായ വ്യത്യാസം, ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് എപ്പോഴും ദുഃഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെപ്പോൾ മുതൽ തുടങ്ങിയെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധത്തിൻ്റെ തുടക്കത്തിലായിരിക്കാം ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് വന്നിട്ടുള്ളത്. ഈ ദുഃഖങ്ങൾക്ക് കാരണം ആ സമയത്തുള്ള നമ്മുടെ ആശയവിനിമയത്തിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ ശരിയായ തീരുമാനമെടുക്കാത്തതിൻ്റെ കുഴപ്പമോ വിട്ടുവീഴ്ച ചെയ്യാൻ മടിച്ചതോ, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം, ഒരു ബന്ധത്തിൻ്റെ സ്റ്റാർട്ടിങ് സമയത്താണ് ഈ പ്രശ്നം നമുക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇത് മാറാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മളിതെല്ലാം മറന്ന് നമ്മുടെ ചുറ്റുമുള്ള അവസരങ്ങളിലേക്കും സാധ്യതകളിലേക്കും തുറന്ന മനസ്സോടെ നമ്മൾ കാണണം. അത് കണ്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഒരുപക്ഷെ സന്തോഷങ്ങളോ മാറ്റങ്ങളോ വരാൻ സാധ്യത ഉണ്ടായിട്ടും നമ്മളത് ശ്രദ്ധിക്കാതെ ഈ പഴയ അവസ്ഥയിൽ തന്നെ തുടർന്നു കൊണ്ടുപോയതും ഇതൊരു കാരണമാകാം. നമ്മളത് കാണാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് നിസ്സംഗതയെല്ലാം വെടിഞ്ഞ് സന്തോഷമായ കാര്യങ്ങളിൽ മുഴുകിക്കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത് 3 കാർഡും വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നത്, നമ്മുടെ ദുഃഖങ്ങൾക്ക് കാരണം മുൻപെടുത്ത ചില ബന്ധത്തിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മത്സരബുദ്ധിയോ ആവാം. പുതിയ അവസരങ്ങളെ ശ്രദ്ധിക്കാതെ നമ്മൾ പഴയ കാര്യങ്ങളിൽ തന്നെ ആ ഒരു അവസ്ഥയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയതും ഇതൊരു കാരണമാകാം. ഇത് മാറാൻ തുറന്ന മനസ്സോടെ പുതിയ സാധ്യതകളെ സ്വീകരിക്കുകയും നിലവിലുള്ള മത്സരങ്ങളെ കുറച്ച് സൗഹാർദ്ദപരമായി മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങളിലേക്കും ഈ ദുഃഖങ്ങളെല്ലാം മാറി പുതിയ അവസ്ഥകളിലേക്ക് മാറാനും നമുക്ക് കഴിയുമെന്നാണ് ഈ കാർഡുകൾ കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള അവസരങ്ങളെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്തി മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.